അപ്പോഴേ എന്നത്തെ പോലെ ഇത് മോർണിംഗിൽ തുടങ്ങിയതല്ല കേട്ടോ, ഇത് നൈറ്റ് തുടങ്ങി കേട്ടോ. ഇന്നലെ ഈവനിങ്ങിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പിടിക്കാമെന്ന് വെച്ചിട്ടായിരുന്നു ജോലി കഴിഞ്ഞ് എത്തിയതേ. അപ്പോൾ ചെന്നപാട് എന്താണ് അതാ ചേട്ടായി കൂടിയും കഴിഞ്ഞ് കിടന്നിട്ടുണ്ട് കേട്ടോ. ആദ്യക്കൂടും മോനുസും ബുക്ക് പൊതിയാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. ഞാൻ വേഗം ചെമ്മീൻ ലേശുണ്ടായിരുന്നു, അതെടുത്ത് വറുത്ത് ചമ്മന്തിയാക്കാമെന്ന് ചോദിച്ചു. വേറെ കറി വെക്കാൻ ഇന്നലെ സത്യം പറഞ്ഞാൽ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ചെമ്മീൻ ചമ്മന്തിയും ലേശം ഉള്ളി വാട്ടിയിട്ടുണ്ട്, അത് കൂട്ടി ചോറിനാന്നൊക്കെ ഓർത്തു. പാത്രം കഴുകാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരുപാട് പണികൾ സത്യം പറഞ്ഞാൽ ഇന്നലെ ഉണ്ടായിരുന്നേ. ആ സമയത്താണ് വീട്ടിൽ നിന്ന് വിളി വരുന്നത്. അച്ഛന് തീരെ വയ്യാന്ന് പറഞ്ഞിട്ട് കേട്ടോ. അച്ഛന് ഇത്തിരി ലൂസ് മോഷനും പ്രഷർ കൂടലും പനി എല്ലാം കൂടി ആയിപ്പോയി. അങ്ങനെ അച്ഛനെ കൊണ്ട് നേരെ 9 മണി കഴിഞ്ഞപ്പോൾ ഞാനും മോനുസും കൂടി നേരെ വീട്ടിലോട്ട് പോയിട്ടോ. അങ്ങനെ അച്ഛനെ കൂട്ടി നേരെ ഹോസ്പിറ്റലിൽ വന്നു. ഗ്ലൂക്കോസൊക്കെ ട്രിപ്പൊക്കെ ഇട്ടിരിക്കുകയായിരുന്നേ. സത്യം പറഞ്ഞാൽ ഈ സമയത്ത് നമ്മുടെ ഒറ്റ സുഹൃത്തും ഉണ്ടായിരുന്നു കേട്ടോ. ജോലി കഴിഞ്ഞ് അവൻ പോണ വഴിയിൽ നമ്മളെ കണ്ടുമുട്ടിയതേ. അവനെ കൊണ്ട് പറ്റുന്ന പോലെ ഒരു 3/4 മണിക്കൂർ നേരം അവൻ നമ്മളെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിന്നു കേട്ടോ. പിന്നെ ജോലി കഴിഞ്ഞ് വരുന്നവരല്ലേ, അവർക്ക് വീട്ടിൽ പോകണമല്ലോ എന്ന് ഓർത്തിട്ട് വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മളെ ഫ്രണ്ട് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മളിതാ രാത്രി 1 മണിയായി ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയപ്പോഴേ. ചെന്നപ്പോൾ തന്നെ അമ്മ അങ്ങനെ പ്രായത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് വേദന സഹിക്കാനൊന്നും പറ്റില്ല കേട്ടോ. പ്രായമായവർക്ക് മാത്രമല്ല, എനിക്ക് പോലും പറ്റുന്നില്ല കേട്ടോ ഇത്തിരി പോലും വേദന സഹിക്കാൻ. സൂചി വെക്കുമ്പോഴൊക്കെ അച്ഛൻ ആകെപ്പാടെ വെപ്രാളമായിരുന്നു കേട്ടോ. പിന്നെ വീട്ടിൽ ചെന്ന് കയറിയവിടെ അമ്മ നല്ലൊരു കട്ടൻ ചായയൊക്കെ ഇട്ട് തന്നു കേട്ടോ. കട്ടൻ ചായക്ക് ഞങ്ങൾക്കൊരു ഓംലേറ്റ് ഉണ്ടാക്കി തന്നു. രാത്രി 1 മണിക്ക് ഞങ്ങൾ എന്ത് ചെയ്തു, അവിടെ ഇരുന്ന് ആ ഓംലേറ്റൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ അമ്മേൻ്റെ കാര്യം പറഞ്ഞാൽ അമ്മ 65-ാമത്തെ വയസ്സിൽ ഇപ്പോഴും പണിക്ക് പോകുന്ന ആളാണ് കേട്ടോ. അമ്മ ഒരു വീട്ടിൽ പണിയെല്ലാം കഴിഞ്ഞ് വന്നിട്ടുള്ള രാത്രിയാണ് ഈ പറയും പോലെ അമ്മയ്ക്കും ഒരു റെസ്റ്റ് ഉള്ളൂ. പക്ഷേ ഞാൻ ചെന്നപ്പോൾ എന്താണെങ്കിലും 1 മണിയായാലും വേണ്ട 2 മണിയായാലും വേണ്ടില്ല, ഞാനും മോനുസ് ഒരു ഓംലേറ്റൊക്കെ കഴിച്ചു. കട്ടൻ ചായയൊക്കെ കുടിച്ചിട്ടാണ് കേട്ടോ കിടന്നത്. അപ്പോൾ അച്ഛനെന്താണെന്ന് പറഞ്ഞാൽ ഇന്നലെ എന്തോ ഭക്ഷണത്തിൽ എന്തോ പറ്റിപ്പോയതാണെന്ന് തോന്നുന്നു, എന്താണെന്നറിയില്ല. ഗ്യാസിൻ്റെ പ്രശ്നം നിലവിലുണ്ട്. അപ്പോൾ അമ്മ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, എന്താക്കും അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ. അത് കഴിഞ്ഞ് ഞാനും അമ്മയും മോനുസും കൂടിയാണ് കേട്ടോ കിടന്നത്. അവനാണെങ്കിൽ നീളം കുറച്ച് കൂടുതലാണ്. അപ്പം ഞങ്ങൾക്ക് കാലിലും എത്തുന്നില്ല തലയിലും എത്തുന്നില്ലാത്തൊരു പുതപ്പായിരുന്നു കേട്ടോ അമ്മ തന്നത്. അപ്പം ഞാനും മോനുസും കൂടി അവന് പിടിയും വലിയും കൂടി. അവനെന്താണെന്ന് വെച്ചാൽ കാലിൽ ചുരുട്ടി വെക്കണം കേട്ടോ പുതപ്പ്. ഞാൻ അവനിട്ട് കുറേ കുത്തും ചവിട്ടൊക്കെ കൊടുത്തു. പക്ഷേ എന്നിട്ട് അവനെനിക്ക് പുതപ്പ് വന്നില്ല. പിന്നെ കിട്ടിയ പുതപ്പും വെച്ച് ഞങ്ങളെല്ലാവരും കൂടി ചുരുണ്ട് കൂടി കിടന്നു കേട്ടോ. സംഭവം നല്ല അടിപൊളിയാണ് കേട്ടോ. വയ്യായ്കയാണെങ്കിലും ഞങ്ങൾ ഹാപ്പിയാണ് കേട്ടോ ഒന്നിച്ച് കൂടിയാൽ. അങ്ങനെ അച്ഛനും കിടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നൈറ്റിൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനും അമ്മയും മോനുസും കൂടി ഇതാ കിടക്കുന്നു. ക്ലിയർ ഒന്നും ഇല്ല കേട്ടോ, ലൈറ്റ് ഇത്തിരി വെട്ടം കുറവാണേ. പിന്നെ അവിടെ ആയിരുന്നു ഇന്നത്തെ രാവിലെ മോർണിംഗ് കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ എഴുന്നേറ്റ് വന്നപ്പോഴത്തേ അമ്മ ഇത്തിരി നെയ്ച്ചോറിൻ്റെ അരി ഉണ്ടായിരുന്നു, അതെടുത്ത് അമ്മ ഇത്തിരി നെയ്ച്ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കൂടെ ഇത്തിരി ചമ്മന്തിയും. കറികളൊന്നും കാര്യമായിട്ടൊന്നുമില്ല, പെട്ടെന്നുള്ള വരവും പോക്കല്ലേ. അപ്പോൾ ഓട്ടട ഞാനും ചുട്ടു കേട്ടോ. എഴുന്നേറ്റ പാട് അപ്പം ഞാൻ ചുട്ടു. നല്ല മഴയായിരുന്നു കേട്ടോ, പുറത്ത് നല്ല മഴയായിരുന്നു. എങ്ങനെ ഈശ്വര തിരിച്ചു പോകുമെന്നൊക്കെ ഓർത്തു. അങ്ങനെ ഇതാ നല്ല അടിപൊളി ഓട്ടടയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഓട്ടടയും കട്ടൻ ചായയും. അപ്പോൾ അമ്മ ഇതാ പണിക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. എന്താ പറയുക, അമ്മ ഇത്രയും പ്രായത്തിലും ഇങ്ങനെ ഓടി നടന്ന് പണിയെടുക്കുന്ന അമ്മയാണ് കേട്ടോ. അപ്പോൾ പിന്നെ അമ്മയുടെ മോൾ ഇത്തിരി കഷ്ടപ്പെട്ടാലും കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ. അപ്പോൾ അങ്ങനെ ചോറും കടിയും ചായക്കടിയും എല്ലാം കവറിലാക്കി ഞങ്ങൾ ഇറങ്ങി കേട്ടോ. ഇനി ചെന്നിട്ട് വേണം കുടുവിനെ ആദ്യക്കൂട്ടനെ റെഡിയാക്കാൻ. ചേട്ടായി രാവിലെ പോയിട്ടുണ്ടെന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പോവാണ്, നിങ്ങൾ വന്നോന്നും പറഞ്ഞിട്ട്. അപ്പം ആദ്യക്കൂട്ടൻ എന്താണെങ്കിലും ഞാൻ വരുമ്പോഴത്തേക്കും റെഡിയായി നിൽക്കുന്നില്ല പ്രതീക്ഷയുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അമ്മ ഏതായാലും പണിക്ക് പോകുന്നത് ഞങ്ങൾ പോണ വഴിയിലാണ്. അപ്പോൾ പിന്നെ അമ്മേനെ നേരെ കൂട്ടിയിട്ടോ. അതാ ഈ വീട്ടിലാണ് അമ്മ പണിക്ക് പോകുന്നത് കേട്ടോ. അവിടെ ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അമ്മേൻ്റെ ജോലി കേട്ടോ. എന്താണെങ്കിലും ഈ 65-ാമത്തെ വയസ്സിൽ അമ്മ ആരോഗ്യത്തോടു കൂടി പണിക്ക് പോകുന്നുണ്ട്. വയ്യായ്കകളും ബുദ്ധിമുട്ടുകളും ഉണ്ട്, എന്ത് ചെയ്യാനാ. നമ്മളെ അവസ്ഥ അത്ര നല്ലൊരു സിറ്റുവേഷൻ അല്ലാത്തതുകൊണ്ട് അത് നോക്കി നിൽക്കാനേ നിവർത്തിയല്ലോ കേട്ടോ. അല്ല എന്തെങ്കിലുമൊക്കെ ഒരു മാർഗ്ഗം ഉണ്ടാവുന്നേ, എന്നും ദൈവം ഇങ്ങനെ ആക്കുമോ അല്ലേ. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇത് ആദ്യക്കൂട്ടൻ ഉണർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുടു ഉണർന്നിട്ടേ ഉള്ളൂ, പല്ല് തേച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അതുകൂടെ മിടുക്കനായിട്ട് പല്ലൊക്കെ തേച്ച് കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു ഓട്ടം തന്നെയായിരുന്നു കേട്ടോ. തുണിയെല്ലാം വാരിപ്പെറുക്കി അലക്കാനോടി. കാരണം ചോറും കറിയൊന്നും ഉണ്ടാക്കണ്ടല്ലോ, ചോറുണ്ട് ചായക്കടിയുണ്ട്. അപ്പോൾ പിന്നെ അത് മതിയല്ലോ എന്ന് ഓർത്തു. പിന്നെ വേഗം കഴുകലും പെറുക്കലൊക്കെ തീർത്തിട്ട് പോരാന്ന് ഓർത്തു കേട്ടോ. അങ്ങനെ പാത്രങ്ങൾ കുറേ കഴുകാനുണ്ടായിരുന്നു, രാത്രി ഇട്ടിട്ട് പോയതല്ലേ, അതൊക്കെ അതുപോലെ തന്നെയാണ് കേട്ടോ. അപ്പോഴാണ് നമ്മൾ വാഷിംഗ് മെഷീൻ നന്നാക്കാൻ വേണ്ടി പറഞ്ഞ് അവിടുന്ന് വിളിച്ചത്. അങ്ങനെ നമ്മൾ വാഷിംഗ് മെഷീൻ നോക്കാൻ വന്ന ചേട്ടൻ പരമാവധി നോക്കി കേട്ടോ. എന്ത് നോക്കിയിട്ടും സംഭവം വർക്ക് ആവുന്നില്ല. അപ്പം നോക്കുമ്പോൾ അതിൻ്റെ മോട്ടറിനാണ് കംപ്ലയിൻറ്റ് കേട്ടോ. അപ്പം നോക്കുമ്പോൾ നമ്മളതിൽ ബില്ലും ഇല്ല, പേപ്പറും ഇല്ല, ഒന്നുമില്ല കേട്ടോ. ഈ വീട് മാറലും അങ്ങോട്ടും ഇങ്ങോട്ടും പെറുക്കിക്കൊണ്ട് ഓടലും കാരണം എല്ലാം നഷ്ടപ്പെട്ടു പോയതാണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, ഞാനൊന്ന് നോക്കട്ടെ, നമ്മളെ ഷോപ്പിലൊന്ന് അന്വേഷിച്ച് നോക്കട്ടെ, എന്തെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ സഹായിച്ച് തരാട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം അഥവാ ബില്ല് കിട്ടിയാൽ നമുക്കത് റെഡിയാക്കി കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് കേട്ടോ. അങ്ങനെ ആ ചേട്ടൻ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഇവരോട് വേഗം ചായ കുടിക്കാൻ പറഞ്ഞിട്ട് അവരെ കൂട്ടിയിരിക്കേണ്ടി വന്നില്ല. ഇന്ന് ഞാൻ ഒറ്റയ്ക്ക് ചായ കുടിച്ചു. അങ്ങനെ നമ്മൾ വേഗം ജോലിക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇതാ എല്ലാവരും കൂടി.